പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ പരക്കെ ആക്രമണം നടന്നിരിക്കുന്നു. കൂടുതൽ പ്രദേശങ്ങൾ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ് ബലൂജ് ആർമി. പാകിസ്ഥാന്റെ ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുന്നു എന്നുള്ള നിലയ്ക്കാണ് ഈ വാർത്തയെ കാണേണ്ടത്. ഒരു ഭാഗത്ത് ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി പാകിസ്ഥാൻ സൈന്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നു. വ്യാപകമായിട്ടുള്ള അന്താരാഷ്ട്ര വിമർശനം നേരിടേണ്ടി വരുന്നു. ഇതിനിടയിൽ ഇന്ത്യയെ ആക്രമിക്കുക എന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ അർപ്പിക്കാൻ കഴിയാതെ തങ്ങളുടെ രാജ്യത്തിനകത്തുള്ള ബലൂജികളെ, അവരുടെ സൈന്യത്തെ, ബലൂജികളുടെ ആഭ്യന്തര സംഘർഷത്തെ, ആഭ്യന്തരമായ ആക്രമണത്തെ എങ്ങനെ ചെറുക്കുമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറുന്നുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ബലൂചിസ്ഥാനിൽ പരക്കെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ പ്രദേശങ്ങൾ ബലൂജ് ആർമി നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു. 39 ഇടങ്ങളിൽ ബലൂജ് ആർമി ആക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പോലീസ് സ്റ്റേഷനുകളും റെയിൽ കേന്ദ്രങ്ങളും പിടിച്ചെടുത്തിരിക്കുന്നു. സ്വതന്ത്ര രാജ്യമായ ബലൂചിസ്ഥാനെ 1948 പാകിസ്ഥാൻ കൈയടക്കിയത് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ വാർത്തകൾ നിരന്തരം കാണുകയും വായിക്കുകയും ചെയ്യുന്ന പ്രേക്ഷകർ ബലൂചിസ്ഥാന്റെ ചരിത്രത്തെക്കുറിച്ച് കൂടി പഠിക്കുന്നത് ഉചിതമായിരിക്കും. ഓരോ യുദ്ധവും ഓരോ രാഷ്ട്രത്തിൻ്റെയും ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനും ഏത് രീതിയിലാണ് ആ രാഷ്ട്രം ഉണ്ടായത് എന്നതിൻ്റെ ഓർമ്മകളിലേക്ക് എത്തിക്കാനും സഹായകമാണ് എന്ന് ഓർക്കേണ്ടതുണ്ട്.